റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് പ്രവചനാതീതമായ പോരാട്ടം. കൊടുങ്ങല്ലൂരിൽ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച് മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. കൊല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPI-ൽ വിലയിരുത്തൽ. കണ്ടശാം കടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര സ്വദേശി ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. ചാലക്കുടി പുഴപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 1 മാസം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനിയുടെ കണക്കുകൂട്ടൽ. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. വാർത്തകൾ വിശദമായി. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടമാണ് നടന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മണ്ഡലത്തിൽ മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും ആ തുടർച്ച നിലനിർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLA-യുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടതു ക്യാമ്പ് വിലയിരുത്തുന്നു. പരമ്പരാഗത ഇടതു വോട്ടുകൾക്ക് പുറമെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും ലഭിച്ചുവെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDF-ന്റെ പ്രധാന വിലയിരുത്തൽ. LDF-ന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ ഒപ്പമുണ്ടെന്നും UDF വിശ്വസിക്കുന്നു. പ്രചരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നു. ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDF-നോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ വലിയൊരു പ്രതിഫലനം കയ്പമംഗലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. BDJS-നും BJP-ക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയെ മാറാനും കഴിഞ്ഞുവെന്ന് അവർ വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മണ്ഡലത്തിന്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞു എന്നത് നിർണായക ഘടകമാണ്. ചില പഞ്ചായത്തുകളിൽ ഇന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച യുവ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നത് ഫലത്തെ സ്വാധീനിച്ചേക്കാം. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ അനുകൂലമാണെങ്കിലും നിശബ്ദ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൃത്യമായി പ്രവചിക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ല. TCV ന്യൂസ്, കയ്പമംഗലം. കൊടുങ്ങല്ലൂരിൽ വോട്ടെടുപ്പിന് ശേഷമുള്ള ബൂത്ത് തല കണക്കുകൾ വിശകലനം ചെയ്ത് വിജയപ്രതീക്ഷകൾ സജീവമാക്കുകയാണ് LDF, UDF, NDA ക്യാമ്പുകൾ. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ.
പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ് സർക്കാരിന്റെയും സിറ്റിംഗ് MLAയുടെയും വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് LDF വിലയിരുത്തുന്നു. സ്ത്രീ വോട്ടർമാരുടെയും തൊഴിലാളി വിഭാഗത്തിന്റെയും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിക്കുമെന്നാണ് ഇടതു ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ഗവൺമെന്റുകൾ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാടിന്റെ വികസന കാര്യങ്ങളിലും നിർവഹിച്ച സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ മുൻനിർത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം അഭിമുഖീകരിച്ചത്. അടുത്ത 5 വർഷക്കാലം വിജയിച്ചു വന്നാൽ ചെയ്യുന്ന പ്രകടന പത്രികയും മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. UDFനും BJPക്കും കനത്ത പരാജയം സമ്മാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരിക്കും മെയ് 4-ന് ഉണ്ടാവുക. ഉയർന്ന പോളിംഗ് ശതമാനം വ്യക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണെന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. സർക്കാരിനെതിരായ ജനങ്ങളുടെ നിശബ്ദ പ്രതിഷേധം വോട്ടായി മാറിയിട്ടുണ്ടെന്നും 2011 നേടിയതുപോലൊരു ഉജ്ജ്വല വിജയം ഇത്തവണ മണ്ഡലത്തിൽ ആവർത്തിക്കുമെന്നും UDF ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും അനുകൂലമായെന്ന് അവർ കണക്കുകൂട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭരണത്തിന്റെ വികസനമില്ലായ്മയാണ് കൂടുതൽ ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയിരുന്നത്. പിന്നെ OJ ജനീഷ് എന്ന ഒരു യുവത്വം യുവാക്കളിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഭരണവിരുദ്ധത അതും ഞങ്ങൾ അതിൽ കുറച്ച് വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA. പരമ്പരാഗത വോട്ടുകൾക്ക് പുറമെ ഇരു മുന്നണികളോടും അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ച് മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാൻ കഴിഞ്ഞുവെന്നും അവർ വിലയിരുത്തുന്നു. NDA ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വളരെ വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ച ആശയങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ കേന്ദ്രം നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് NDA ഇത്തവണ ഇലക്ഷനെ നേരിട്ടത്. ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ട്. ഞങ്ങൾ ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ളതും ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിട്ടുള്ളത്. ബൂത്തിലെത്തിയ പുതുതലമുറയുടെയും നിഷ്പക്ഷരുടെയും വോട്ടുകൾ കൊടുങ്ങല്ലൂരിൽ നിർണായകമായേക്കും. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയോ അതോ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ എന്നത് പ്രധാന ഘടകമാകും. വോട്ടെടുപ്പിന്റെ ചൂടിൽ നിന്ന് മണ്ഡലം പതിവ് ശാന്തതയിലേക്ക് മടങ്ങിയെങ്കിലും രാഷ്ട്രീയ പാളയങ്ങളിൽ കണക്കുകൂട്ടലുകൾ സജീവമാണ്. ആരു വാഴും ആരു വീഴുമെന്നറിയാൻ ഇനി സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന മെയ് 4 വരെ കാത്തിരിക്കണം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച് മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2021 അപേക്ഷിച്ച് 3.35% മാത്രമാണ് വർധനവ്. പോളിംഗിൽ മുന്നിൽ നിൽക്കുന്ന ഒല്ലൂർ മണ്ഡലത്തിൽ താഴെ തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് 3 മുന്നണികളും പ്രാഥമിക വിലയിരുത്തൽ നടത്തി. 79.5% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഒല്ലൂരിൽ മലയോര മേഖലകളിലുണ്ടായ കനത്ത പോളിംഗ് അനുകൂലമായി വിലയിരുത്തുകയാണ് LDFും UDFും. പട്ടയ വിതരണത്തിലെ മുന്നേറ്റം K. രാജൻ അനുകൂലമായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിൽ അനുകൂലമായുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് UDFും പറയുന്നു. പോളിംഗിൽ പിന്നിൽ നിൽക്കുന്ന തീരദേശ മണ്ഡലങ്ങളിൽ അതിന്റെ കാരണങ്ങളും മുന്നണികൾ വിലയിരുത്തി. ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യവും ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും മൂലം നിരവധി പ്രവാസികൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല. ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്. ജില്ലയിൽ പോളിംഗിൽ പിന്നിൽ നിൽക്കുന്ന ഇവിടെ നില ഭദ്രമെന്നാണ് LDF വിലയിരുത്തൽ. മാറ്റത്തിന്റെ കാറ്റ് താഴെ തലങ്ങളിലുണ്ടെന്ന് UDFും കരുതുന്നു. BJP ക്യാമ്പിലും വോട്ട് കണക്ക് 30,000-അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളായ തൃശൂരും നാട്ടികയിലും പോളിംഗ് ഉയർന്നു. തൃശൂരിൽ UDF വിജയം ഉറപ്പിക്കുമ്പോൾ LDF സന്ദേഹത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന ഘടകങ്ങൾ അകന്നു പോയിട്ടില്ലെങ്കിൽ താമര വിരിയുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. നാട്ടികയിലെ പോളിംഗ് കണക്കുകളിൽ UDF അത്ഭുതം കാണുന്നു. ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച LDF ആശങ്ക കാണുന്നുമില്ല. ജയപരാജയങ്ങളെ CC മുകുന്ദൻ സ്വാധീനിക്കുമെന്ന് BJP നേതൃത്വവും പറയുന്നു. കൊടുങ്ങല്ലൂരിലെയും വടക്കാഞ്ചേരിയിലെയും കണക്കുകൾ പുതിയ വോട്ടർമാർ UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം നിന്നതിന്റെ സൂചനയായാണ് നേതൃത്വം വ്യാഖ്യാനിക്കുന്നത്. സംഘടനാപരമായി ശേഖരിച്ച വിവരങ്ങൾ വെച്ച് CPMും ഇവിടങ്ങളിൽ വിജയമുറപ്പിക്കുന്നു. മണലൂരാണ് കണക്കുകൾ ഇഴകീറി പരിശോധിക്കപ്പെട്ട മറ്റൊരു മണ്ഡലം. ചില അടിയൊഴുക്കുകളുടെ സൂചനകൾ BJP കാണുന്നുണ്ട്. എന്നാൽ ബൂത്ത് തല വിവരങ്ങൾ ക്രോഡീകരിച്ച UDF മണലൂരിനെ വിജയപട്ടികയിലേക്ക് ആദ്യമേ ചേർത്തു. അതേസമയം നേരിയ ആശങ്കയുണ്ടെങ്കിലും മണലൂരിന്റെ മനസ്സ് ഇടതിനെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടിയിലും തദ്ദേശ വിധിയുടെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ചാലക്കുടിയിൽ പിന്നോട്ട് പോയാലും ഇരിങ്ങാലക്കുട ഇടതിനൊപ്പമെന്ന് LDF ഉറപ്പിക്കുന്നു. കയ്പമംഗലം, പുതുക്കാട്, ചേലക്കര, കുന്നംകുളം മണ്ഡലങ്ങൾ LDF നിലനിർത്തുമെന്നാണ് താഴെ തലങ്ങളിൽ നിന്നും നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ അനുകൂല തരംഗം ആഞ്ഞുവീശിയാൽ പല കോട്ടകളും ഇത്തവണ നിലംപൊത്തുമെന്ന് UDFും ആത്മവിശ്വാസം കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് TCV.
കൊല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി സിപിഐയിൽ വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റായ തൃശൂർ കൈവിട്ടു പോകുമെന്നും സിപിഐ പ്രാഥമികമായി വിലയിരുത്തി. മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കണക്കുകളിലാണ് ഈ നിഗമനങ്ങളുള്ളത്. ജില്ലയിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക മണ്ഡലങ്ങൾ ഉറപ്പാണെന്നും താഴെത്തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണിയും കടുത്ത മത്സരം നേരിട്ടു. അതിനാൽ ഉറപ്പായും വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്ന 10 സീറ്റുകളിൽ ഒല്ലൂരും ചടയമംഗലവും ഉൾപ്പെടുത്തിയിട്ടില്ല. വിജയസാധ്യത കുറവായ സീറ്റുകളുടെ പട്ടികയിലാണ് പട്ടാമ്പിയും അടൂരുമുള്ളത്. തൃശൂരിന് പുറമെ സിറ്റിംഗ് സീറ്റുകളായ പീരുമേട്, നാദാപുരം മണ്ഡലങ്ങൾ കൈവിട്ടുപോകുമെന്നും പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. കണ്ടശാംകടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ശ്രമിച്ചെന്ന പരാതിയിൽ BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര ചുള്ളിയിൽ വീട്ടിൽ ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കണ്ടശാംകടവ് സെന്റ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 205 നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ പരാതിയിൽ ഇയാൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. സംഭവ ദിവസം തന്നെ അന്തിക്കാട് ഇൻസ്പെക്ടർ VM കേഴ്സൺ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി സ്ഥാനാർത്ഥിയെ അസഭ്യം പറയുകയും ശാരീരികമായി കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ചെയ്തതായി TN പ്രതാപന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് CC ശ്രീകുമാർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. മദ്യപിച്ച ഒരാൾ ബൂത്തിനകത്ത് ഏജന്റായി ഇരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. പഴുനാന റോഡിലുള്ള പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്നും പട്ടയെടുക്കുന്നതിനിടെയാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പ്രകോപിതനായ ആന ഇടയുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെയും ഉടമയുടെയും നേതൃത്വത്തിൽ സമീപത്തെ പുതുശ്ശേരി കുമാരന്റെ വീട്ടുമുറ്റത്ത് ആനയെ സുരക്ഷിതമായി തളച്ചു. സംയോജിതമായ ഇടപെടലുകൾ നടന്നതിനാൽ വലിയ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇല്ല. നിലവിൽ ആന ശാന്തനാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉടമസ്ഥൻ അറിയിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിലെ ചാലക്കുടി പുഴപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്ന തീയതിയിൽ ഇനിയും വ്യക്തതയില്ല. മുന്നൊരുക്കങ്ങൾ നടത്താത്തതിനാൽ വിഷുവിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കില്ലെന്ന് ഉറപ്പായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നായിരുന്നു ഒരു മാസം മുൻപ് ദേശീയപാത അധികൃതർ അറിയിച്ചിരുന്നത്. ഇതനുസരിച്ച് അനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതും നിശ്ചലാവസ്ഥയിലാണ്. എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലത്തിന്റെ സ്പാനുകളിലെ ബെയറിംഗുകൾക്കാണ് പരിശോധനയിൽ തകരാർ കണ്ടെത്തിയത്. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് ഒരു മാസം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനി അറിയിച്ചത്. ചാലക്കുടി കൊരട്ടി മേഖല ദേശീയപാതയിൽ ഏറ്റവും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികളോടെ ഇത് 10 മടങ്ങായി വർദ്ധിക്കും. തൃശൂർ എറണാകുളം ദിശയിലെ പാലത്തിലൂടെ എല്ലാ വാഹനങ്ങളെയും ഒറ്റ വരിയായി കടത്തിവിട്ടുള്ള ഗതാഗത സംവിധാനമാണ് നിർമ്മാണ വേളയിൽ ഒരുക്കുന്നത്. 65 വർഷം പഴക്കമുള്ള പഴയ പാലത്തിന് 1999 ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞുമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fitting, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി
അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഐവർ മഠത്തിൽ നടന്നു. ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശ്രീനന്ദയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെയാണ് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. നൂറുകണക്കിന് പേരാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലെത്തിയത്. അതേസമയം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് ശ്രീനന്ദയുടെ മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ശരീരത്തിൽ ഉടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴിയുള്ള ടോൾ പിരിവ് നടപ്പായില്ല. രാജ്യത്തെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 10 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി മാത്രമേ ടോൾ പിരിവ് നടത്തൂ എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ടായിട്ടും പാലിയേക്കരയിൽ ഇത് നടപ്പിലാക്കിയില്ല. BOT സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പന്നിയങ്കര ടോൾ പ്ലാസയിൽ നേരത്തെ UPI സംവിധാനം നടപ്പാക്കിയിട്ടും പാലിയേക്കരയിൽ ഇപ്പോഴും പഴയ രീതിയിലാണ് ടോൾ പിരിക്കുന്നത്. വാഹനയാത്രക്കാരിൽ വലിയ ശതമാനം ഇപ്പോഴും ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കാത്തവരുണ്ട് എന്നതാണ് പുതിയ നിർദ്ദേശം നടപ്പാക്കാത്തതിന് ടോൾ പ്ലാസ അധികൃതർ പറയുന്ന ന്യായം. UPI ഇല്ലാത്ത സാഹചര്യത്തിൽ ചലാൻ വഴി തുക ഈടാക്കണമെന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നും ടോൾ പ്ലാസ അധികൃതർ പറയുന്നു. വെള്ളിയാഴ്ച മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരുമെന്നും ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണെന്നും ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നും NHAI അറിയിച്ചിരുന്നു. തിരുവില്ലാമല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. വാഹനം ഉപയോഗിക്കാതെ പൊടിയും മാറാലയും പിടിച്ച് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായാണ് ജില്ലാ പഞ്ചായത്ത് വാഹനം കൈമാറിയത്. എന്നാൽ വാഹനം ഉപയോഗിക്കാത്തതിനാൽ ബാറ്ററി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. വാഹനത്തിന് ഇതുവരെ ഡ്രൈവറെ ഏർപ്പെടുത്തിയിട്ടില്ല. പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾക്കോ പാലിയേറ്റീവ് കെയർ ആവശ്യങ്ങൾക്കോ ഈ വാഹനം പ്രയോജനപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ തലപ്പുള്ളി സിന്ധു, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലാണ് അപകടം. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജ്ജുന ബസ് മുന്നിൽ പോകുകയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യവിരുദ്ധർ ചെളി തേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്രയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി താൽക്കാലികമായി സ്ഥാപിച്ച കവാടത്തിലും സമീപത്തെ ദീപസ്തംഭത്തിലുമാണ് ചെളി തേച്ച് വൃത്തികേടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സരയൂ തീരത്തെത്തിയ ആളുകളാണ് സംഭവം അറിഞ്ഞത്. ഇതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ദേവസ്വം അധികൃതരും സ്ഥലത്തെത്തി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വം അധികൃതർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇരിങ്ങാലക്കുട DYSP സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് N ശങ്കരൻ, അന്തിക്കാട് CI കേഴ്സൺ, ദേവസ്വം മാനേജർ ഹരിഹരഭട്ട്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധയാത്ര സംഘടിപ്പിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേക്കരയിൽ ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന താൽക്കാലിക കവാടത്തിലെ ശ്രീരാമ ചിത്രങ്ങളിലും ദീപസ്തംഭങ്ങളിലും ചെളിവാരി നിറച്ച് വികൃതമാക്കിയ സാമൂഹ്യദ്രോഹികളുടെ പ്രവൃത്തിയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പ്രതിഷേധം അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇത്തരം പ്രവൃത്തികൾ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും മതസ്പർദ്ധ വളർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. സംഭവത്തിൽ തൃപ്രയാർ ദേവസ്വം മാനേജർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി.
ഉത്സവ നാളുകളിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ വൈദ്യുതി തടസ്സം പതിവ്. പൊതുജനത്തെയും വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കുന്ന കെഎസ്ഇബിയുടെ നടപടിക്കെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്ത്. ഇക്കഴിഞ്ഞ പെരുന്നാൾ, കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷ ദിവസങ്ങളിലും ഇപ്പോൾ വിഷു ആഘോഷത്തിന് തൊട്ടുമുൻപുള്ള വ്യാപാരം കൂടുതൽ നടക്കുന്ന ശനിയാഴ്ചയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നു എന്ന പേരിൽ കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയതായി ആരോപിച്ചാണ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഉത്സവകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കി വൈദ്യുതി വിതരണം സുഗമമാക്കണമെന്ന ന്യായമായ ആവശ്യത്തോട് ധിക്കാരപരമായാണ് കെഎസ്ഇബി അധികൃതർ പ്രതികരിച്ചതെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ ആരോപിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് എൻ.ആർ. വിനോദ് കുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ടി.കെ. ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ കെ.ജെ. ശ്രീജിത്ത്, പി.എം. മുഹിയുദ്ദീൻ, എം.എസ്. സാജു, വിനോദ് കക്കറ, ടി.പി. പ്രശാന്ത്, സുപ്രഭ ഉണ്ണികൃഷ്ണൻ, ത്രിദീപ്, ഷിയാസ്, രാധാകൃഷ്ണൻ, നജീബ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് പവലിയനോട് ചേർന്നുള്ള ഓപ്പൺ ജിമ്മുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഈ ടോയ്ലറ്റും ഉൾപ്പെടെ സാമൂഹിക ദ്രോഹികൾ നശിപ്പിച്ചു. പവലിയനിലും പരിസരത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പഴകിയ കെട്ടിടങ്ങളിലും മറ്റും നാടോടികളും മറ്റ് ജില്ലക്കാരായ ഏതാനും മലയാളികളും അനധികൃതമായി താമസിക്കുന്നുണ്ട്. ഇവരെയെല്ലാം പോലീസിന്റെ സഹായത്തോടെ ഒഴിവാക്കി പവലിയനും അനുബന്ധ ഇടങ്ങളും സാധന സാമഗ്രികളും സംരക്ഷിക്കാൻ നടപടികളെടുക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് പറഞ്ഞു. ജനപ്രതിനിധികളായ പി.കെ. ചന്ദ്രൻ, വി.വി. സജീന്ദ്രൻ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ പാർക്ക്, ഓപ്പൺ ജിമ്മ്, അതുപോലെ തന്നെ പവലിനിയോട് ചേർന്നിട്ടുള്ള ഷോപ്പുകൾ, അതൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ടൂറിസം കേന്ദ്രമാണ് ഈ കണ്ടശാങ്കടവ് ബോട്ടിച്ചിട്ടി എന്ന് പറയുന്നത്. അവിടെ ഗ്രാമപഞ്ചായത്ത് പണി തീർത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഒരു ഈ ടോയ്ലറ്റ്, അതുപോലെ തന്നെ പാർക്കിൽ കുറച്ച് ഇതുണ്ട് എന്ന് വെച്ചാൽ നമുക്കവിടെ സാമഗ്രികൾ, അതായത് കുട്ടികൾക്ക് കളിക്കാനും വന്നിരിക്കാനും ഉള്ള ഒരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് സാമൂഹ്യ വിരുദ്ധർ അത് ഇവിടെ വന്ന് ആ ടോയ്ലറ്റിൽ മുഴുവനും അത് വൃത്തികേടാക്കുന്ന രീതിയിലും, അതുപോലെ തന്നെ ഇവിടെയുള്ള കളി ഉപകരണങ്ങൾ മുഴുവനും പൊളിഞ്ഞ രീതിയിൽ ആക്കുന്ന തരത്തിലേക്കും. 35 അടി താഴ്ചയിൽ വീണ വയോധികയ്ക്ക് രക്ഷയേകി മെഡിക്കൽ കോളേജ് പോലീസ്. മെഡിക്കൽ കോളേജ് ക്യാഷ്വാലിറ്റിക്ക് പുറകുവശത്തുള്ള ഉപയോഗശൂന്യമായ മഴവെള്ള സംഭരണിയിൽ വീണ 77 വയസ്സുള്ള ഇരിങ്ങാലക്കുട സ്വദേശിയായ വയോധികയ്ക്കാണ് മെഡിക്കൽ കോളേജ് പോലീസ് രക്ഷകരായത്. വിവരമറിഞ്ഞ ഉടൻ സബ് ഇൻസ്പെക്ടർ രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശ് ചന്ദ്രൻ, ശ്രീജിത്ത്, അഭയ് ഘോഷ് എന്നിവർ സ്ഥലത്തെത്തി വടം ഉപയോഗിച്ച് വയോധികയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നിസ്സാര പരിക്കേറ്റ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷു മുന്നിൽ കണ്ട് ഗ്രാമീണ മേഖലകളിൽ പടക്ക കച്ചവടം സജീവം. ശബ്ദം കുറച്ച് വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് മായന്നൂർ പാലത്തിന് സമീപം പടക്ക വ്യാപാരം നടത്തുന്ന വി. ഷീജ പറഞ്ഞു. പടക്ക കമ്പനികളുടെ ബ്രാൻഡ് നോക്കിയുള്ള കച്ചവടം ഊർജിതമാണെന്നും ഷീജ കൂട്ടിച്ചേർത്തു. ഹോൾസെയിലായും റീറ്റെയിലായിട്ടും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. കറങ്ങുന്ന കമ്പിത്തിരി മുതൽ കറങ്ങുന്ന ചക്രം വരെ, പൂത്തിരിയും ചക്രവും കൂടി ഒരുമിച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഐറ്റംസുകൾ ഒക്കെ എല്ലാം വെറൈറ്റി ആയിട്ട് ഒരുപാട് ഗുണമേന്മയോട് കൂടിയിട്ട് നല്ല ബ്രാൻഡുകൾ മാത്രമായിട്ട് ഇവിടെ ലഭ്യമാണ്. ഇപ്പൊ നമ്മുടെ ബ്രാൻഡഡ് കമ്പനികളായ അജന്ത, വനിത, യുവരാജ്, എലിഫന്റ്, സോണി എന്നീ കമ്പനികളുടെ വിവിധ തരം നമ്മുടെ സ്ഥാപനത്തിൽ വിപണിയിലുണ്ട്. ഹോൾസെയിലായും റീറ്റെയിൽ. മൂക്കുപൊത്താതെ വീടിനകത്തും പുറത്തും കഴിയാനാകാത്ത ദുരവസ്ഥയിൽ ഒരു മുൻ അധ്യാപിക. മാള മാമ്പിള്ളി റോഡിൽ താമസിക്കുന്ന ലിസി ഡേവിസാണ് ദുരിതം അനുഭവിക്കുന്നത്. മാളച്ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. 2 മാസം മുൻപുണ്ടായ കനത്ത മഴയിൽ വീടിനു മുന്നിലെ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടിയതിനാൽ വെള്ളം ഒഴുക്കിവിടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നാണ് ദുർഗന്ധം രൂക്ഷമായത്. കിണറിലെ വെള്ളവും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചതുപ്പു സ്ഥലത്ത് മാലിന്യവും ഒഴുകിയെത്തിയിട്ടുണ്ടെന്നും ലിസി പറഞ്ഞു. ദുർഗന്ധത്തിനൊപ്പം കൊതുക് ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഏകദേശം 1.5 മാസം കഴിഞ്ഞു വെള്ളം കെട്ടിക്കിടക്കണം. അതൊരു മഴ ജനുവരി ലാസ്റ്റോടു കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. 24 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അതിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കുക മാത്രമല്ല, ഇത് മാലിന്യം നിറഞ്ഞതും ദുർഗന്ധം.
ഇതുമൂലം കൊതുകിന്റെ വ്യാപനവും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി കിണർ വെള്ളം വരെ മലിനമാകുന്നു. പലതവണയായി പഞ്ചായത്തിലെ വേണ്ടപ്പെട്ട സെക്രട്ടറി, വാർഡ് മെമ്പർ, പ്രസിഡന്റ്, ഈ നാട്ടിലെ അത്യാവശ്യം പ്രമുഖരായ ആളുകൾ, ജില്ലാ മെമ്പർ, MLA, കളക്ടർ എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനുള്ള പരാതി കൊടുക്കുകയും ചെയ്തു. ലാസ്റ്റ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് കൊടുത്തു, ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു, വെറുതെ ഒരു ലേശം കുമ്മായി ഇട്ടുപോയി. അതുകൊണ്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇതിനൊക്കെ അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ ഒരു തീരുമാനം എടുത്ത് ഇതിനൊരു പരിഹാരം ചെയ്യാവുന്നതുള്ളൂ. മാളച്ചാലിന്റെ വശങ്ങൾ പൂർണ്ണമായി കെട്ടി സംരക്ഷിക്കുകയും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സ്ഥിരം തടയണ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ. ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി RDOക്ക് കൈമാറിയെന്നല്ലാതെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കം ചെയ്ത് ശുചീകരണം നടത്തി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ലിസിയുടെ ആവശ്യം. TCV ന്യൂസ്, മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കാട്ടകാമ്പാൽ പഞ്ചായത്തിനെയും വടക്കേക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി അവസാന ഘട്ടത്തിലെത്തി. ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എന്നിവയാണ് പൂർത്തിയാകാനുള്ളത്. മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 2005 കരിച്ചാൽ കടവിൽ പാലം പണി ആദ്യം തുടങ്ങിയത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. പിന്നീട് 2018 പുതിയ പാലം പണിയാൻ പദ്ധതിയിട്ടത്. പാലം പണി വൈകിയത് മൂലം ആദ്യം കരാറെടുത്തയാളെ സർക്കാർ ഒഴിവാക്കിയിരുന്നു. പിന്നീട് കരാറെടുത്ത ആൾ അതിവേഗത്തിൽ നിർമ്മാണം നടത്തുകയായിരുന്നു. ചെറുതുരുത്തിയിൽ കട തുറക്കാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പുതുശ്ശേരി സ്വദേശി കണ്ണം കുമരത്ത് 61 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. ചെറുതുരുത്തി സെന്ററിലുള്ള രാമകൃഷ്ണന്റെ ലോട്ടറി കടയിൽ ജോലി ചെയ്യുന്ന വിജയൻ കട തുറക്കാനെത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശം ഏപ്രിൽ 14 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ 65 വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ കലശം നടത്തുന്നത്. ഉത്സവത്തിന് ഏപ്രിൽ 26 കൊടിയേറും. മെയ് 1 ഉത്സവം. ഭാരവാഹികളായ AC ദിനേശ് വാര്യർ, KK കൃഷ്ണൻ നമ്പൂതിരി, VP ഗോവിന്ദൻകുട്ടി, MS മനോജ്, NC സുരേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന വേനൽ വൈബ് ക്യാമ്പിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ജോഷി പോൾ, PTA പ്രസിഡന്റ് ജോസ് വാവേലി, മദർ PTA പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ, ജോബി വടക്കൻ, കോർഡിനേറ്റർ KL സോഫി, ലീഡർ കവിത മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിലെ CDSന്റെ നേതൃത്വത്തിൽ വിഷുച്ചന്ത ആരംഭിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ വിശ്രമ കേന്ദ്രത്തിനോട് ചേർന്നാണ് വിഷുച്ചന്ത പ്രവർത്തിക്കുന്നത്. CDS ചെയർപേഴ്സൺ ജിഷ സുരേഷ്, ഉപജീവന ഉപസമിതി കൺവീനർ സഹനലത സത്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളായ VV സജീന്ദ്രൻ, KV ഡേവിസ് തുടങ്ങിയവരും പിന്തുണയുമായി രംഗത്തുണ്ട്.
വേലൂർ കുട്ടംകുളം സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് പുതിയ ദേവാലയത്തിന്റെ കൂദാശ തൃശൂർ അതിരൂപത മെത്രാൻ മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ദിവ്യബലിക്ക് വേലൂർ ഫൊറോന വികാരി ഫാദർ ജേസൺ തെക്കുംപുറം, ഇടവക വികാരി സോബിൻ പയ്യക്കാട്ട്, ഫാദർ സേവി പൂത്തിരി, ഫാദർ ജോബി പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, ക്ലീറ്റസ് ചീരമ്പൻ, റാഫി ചീരമ്പൻ, ഷിജു ചീരമ്പൻ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം സിനിമാ നാടക നടൻ സുനിൽ സുഖത് നിർവഹിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ചേർന്ന് ബ്രോഷർ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ AN സോമനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ജലജാരാജ്, ജോത്സന വിജിൽ, റഷീദ് എരുമപ്പെട്ടി, TS സദാനന്ദൻ, KL രജീഷ് തുടങ്ങിയവരും ഗ്രാമകം പ്രവർത്തകരും പങ്കെടുത്തു. ഈ മാസം 18 മുതൽ 22 വരെ വേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നാടകങ്ങൾ അരങ്ങേറും. നാടകോത്സവത്തിനോടനുബന്ധിച്ച് 5 ദിവസങ്ങളിൽ കുട്ടികളുടെ അഭിനയ പരിശീലന കളരി നടക്കും. ശിവഗിരി മഠത്തിന്റെ ശാഖാസ്ഥാപനമായ പേരാമ്പ്ര ഗുരുപുരം ശ്രീനാരായണ ഗുരു ചൈതന്യ മഠത്തിലെ കൺവെൻഷനും പരബ്രഹ്മോദയ ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവത്തിനും തുടക്കമായി. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പതാക ഉയർത്തി. തുടർന്ന് കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഗിരിജ ശ്യാംകുമാർ നിർവഹിച്ചു. ചെയർമാൻ AK ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ നരേന്ദ്രൻ നെല്ലായി, വർക്കിംഗ് ചെയർമാൻ VD ജയപാൽ, രാജി ചിന്മയൻ എന്നിവർ സംസാരിച്ചു. മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന പെറ്റ് ഇന്ത്യ സംഘടന സൌജന്യമായി നൽകിയ യന്ത്ര ആനയെ കോട്ടമുറി പുന്നയ്ക്കപ്പറമ്പിൽ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടയിരുത്തും. പുന്നയ്ക്കപ്പറമ്പിൽ മഹാദേവൻ എന്നു പേരിട്ട ആനയെ ചലിപ്പിക്കാൻ 2 മോട്ടോറുകളാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. 5 പേർക്ക് വരെ പുറത്തു കയറാനും എഴുന്നള്ളിപ്പിനായി അണിനിരത്താനും കഴിയും. ഉത്സവാഘോഷങ്ങളിൽ ആനകളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയെന്ന സന്ദേശവും ഇവർ നൽകുന്നുണ്ട്. ആനയുടെ പാപ്പാന്റെ സ്ഥാനത്ത് സാങ്കേതിക പരിശീലനം നൽകി ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. 5 ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവെന്ന് ഭാരവാഹികളായ PK സോമനാഥൻ, PD ദിനേശ്, PK പരമേശ്വരൻ, PR പ്രകാശൻ, PV യശ്പാൽ എന്നിവർ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി എത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാഴ്ച ശീവേലിക്ക് ചൊവ്വല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്രസമിതി പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 19-നാണ് ബലരാമ ജയന്തി ആഘോഷം. കുന്നംകുളം കമ്പിപ്പാലത്ത് കാറിനു മുകളിലേക്ക് മരം വീണു. കൂറ്റനാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ പുളിമരം ഒടിഞ്ഞു വീണത്. അപകട സമയത്ത് കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംസ്ഥാന പാതയിലെ തിരക്കേറിയ ഭാഗമായ കമ്പിപ്പാലത്ത് വെച്ച് പെട്ടെന്നുണ്ടായ അപകടം പരിഭ്രാന്തി പരത്തി. മരം റോഡിന് കുറുകെ വീണതോടെ ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മുല്ലശ്ശേരി നല്ല ഇടയന്റെ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ബിനീഷാണ് മരിച്ചത്. ഡിസംബർ 31-നായിരുന്നു അപകടം. അന്തരിച്ച ഹാർമോണിയം വാദകനും സംവിധായകനുമായ പുത്തൂർ രാജൻ മാസ്റ്ററുടെ അനുസ്മരണം നടന്നു. വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സംഗീതജ്ഞൻ തൃശൂർ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സതീഷ് ന്യാസ് അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ പോൾസൺ താണിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൃഷ്ണകുമാർ, G അനിൽകുമാർ, KV കുഞ്ഞിക്കണ്ണൻ, സേവ്യർ അരുമ്പൂർ, സുന്ദർ അരുമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടകഗാനങ്ങൾ കോർത്തിണക്കി ഗാനാർച്ചനയും ഉണ്ടായി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. LDF-ന് ശക്തമായ സ്വാധീനമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് പ്രവചനാതീതമായ പോരാട്ടം. കൊടുങ്ങല്ലൂരിൽ ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ജനവിധിയുടെ ബൂത്ത് തല വിവരങ്ങൾ ശേഖരിച്ച് മുന്നണികൾ. ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്ന് നേതൃത്വം സാധ്യതകൾ വിലയിരുത്തി. കൊല്ലൂരിൽ മന്ത്രി കെ രാജൻ കടുത്ത മത്സരം നേരിട്ടതായി CPI-യിൽ വിലയിരുത്തൽ. കണ്ടശാംകടവിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച BJP പോളിംഗ് ഏജന്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മാങ്ങാട്ടുകര സ്വദേശി ജയപ്രകാശനാണ് അറസ്റ്റിലായത്. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനിടഞ്ഞത് പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ പുതുശ്ശേരി വിജയനാണ് ഇടഞ്ഞത്. ചാലക്കുടി പുഴ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. 32 ബെയറിംഗുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 1 മാസം വേണ്ടിവരുമെന്നാണ് കരാർ കമ്പനിയുടെ കണക്കുകൂട്ടൽ. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് വിട. ശ്രീനന്ദയുടെ സംസ്കാരം തിരുവില്ലാമല ഇവർ മഠത്തിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ ബമ്പർ സമ്മാനമായി